നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാർത്തയുണ്ട്, വളരെ ദുഃഖകരമായ വാർത്ത. ചൂരൽമല ദുരന്തത്തിൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട ശ്രുതിക്ക് ഉണ്ടായിരുന്ന ഏക ആശ്രയമായ പ്രതിശ്രുത വരൻ ജെൻസനും നഷ്ടപ്പെട്ടു എന്ന വാർത്ത. ജെൻസന്റെ മൃതദേഹം ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം വീട്ടിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോവുകയാണ്. കൂടുതൽ വിവരങ്ങൾ കമൽ നൽകും. കമൽ, സംസ്കാര ചടങ്ങുകൾക്കായി പോവുകയാണ് അല്ലേ? ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ നിൽക്കുന്ന ഒരാൾ മാത്രമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ശ്രുതി. മോത്തി, ഇപ്പോൾ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകേണ്ടത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നേരത്തെ മരണം സ്ഥിരീകരിച്ച മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. അതിനുശേഷം അല്പസമയം മുമ്പ് ആംബുലൻസിലേക്ക് കയറ്റി ഇപ്പോൾ ആംബുലൻസ് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ആണ്ടൂരിലെ പൊതുദർശനത്തിനായി എത്തുകയുള്ളൂ. ആണ്ടൂരിലെ ഒരു ഹാളിൽ പൊതുദർശനമുണ്ട്, വീട്ടിൽ ശുശ്രൂഷ ചടങ്ങുകളുണ്ട്. അതിനുശേഷം വൈകിട്ടോടെ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇപ്പോൾ എന്തായാലും സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നേരത്തെ ഇടയ്ക്ക് വൈത്തിരിയിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ ആലോചിച്ചിരുന്നു. പക്ഷേ ജെൻസന്റെ വീടിനടുത്ത് കൂടുതൽ അടുത്തുള്ളത് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയാണ്. അങ്ങനെയാണ് ബത്തേരിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്താമെന്ന് തീരുമാനിച്ചത്. ശരി കമൽ.